ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ് കോട്ടയം നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷം നേടും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. കാരണം രാഷ്ട്രീയ കാലാവസ്ഥ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു. സാഹചര്യങ്ങൾ വന്ന് വീണതും ഞങ്ങൾക്ക് അനുകൂലമായ രൂപത്തിലാണ്. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു വിക്ടറി അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞല്ലോ. പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ കൂടുതൽ ഇവിടെയും കുറഞ്ഞിട്ടില്ല. സ്റ്റേറ്റിലൊരു ആവറേജ് വന്നിട്ടുണ്ട് 7% വ്യത്യാസം, പഴയ പോളിങ്ങിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ രൂപത്തിലുള്ള മറ്റ് നിയോജകമണ്ഡലത്തിലുണ്ടായതുപോലെയുള്ള കുറവ് ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂടിയതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പുതുപ്പള്ളി ബൈ ഇലക്ഷനിലെ റിസൾട്ട്. പുതുപ്പള്ളി ബൈ ഇലക്ഷനിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിന് ആ സമയത്തുള്ള പോളിംഗ് പെർസെൻറ്റേജിനേക്കാൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ചാണ്ടി ഉമ്മന് പെർസെൻറ്റേജ് കുറവായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം വന്നപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷമായി. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് പെർസെൻറ്റേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു കാര്യത്തിൽ ഫൈനൽ അസസ്മെൻറ്റിലേക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല ഇവിടുത്തെ സാഹചര്യം നോക്കുമ്പോഴും സ്റ്റേറ്റ് ആവറേജിനേക്കാൾ വ്യത്യസ്തമായി ഇവിടെ മാത്രമായി ഒരു കുറവുണ്ടായിട്ടുമില്ല. പിന്നെ ജനങ്ങളുടെ റിയാക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനങ്ങളുടെ റിയാക്ഷൻ ഞങ്ങൾക്ക് അനുകൂലമാണ്. കാരണം ആൻറ്റി ഇൻകുംബൻസിയാണ് കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായ പടലപിണക്കവും പരസ്പര സംശയവും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശ്രീ ഇ പി ജയരാജനെ ചുറ്റിപ്പറ്റിയുണ്ടായ ആ സമയത്തുള്ള വിവാദം യഥാർത്ഥത്തിൽ അവർക്ക് ക്ഷീണമുണ്ടാക്കി എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ള ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെയാണ് ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.